ചേട്ടാ, എൽ ഡി എഫിന്റെ ഏറ്റവും വലിയ തന്ത്രമായിരുന്നു ഈ പറയുന്ന ആശാവർക്കർമാരെ താങ്ങി പിടിച്ചുകൊണ്ടാണ് ഇത്രയും കാലമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ അതെല്ലാം പാളുന്ന ലക്ഷണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ ഈ പറയുന്ന ആശാവർക്കർമാർ പരസ്യ പ്രചരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോഴിക്കോട് വയറിനുള്ളിൽ കത്രിക വെച്ച് തയ്ച്ച ഈ കെ ഹർഷിനിയുമുണ്ട്. അത് ഏറ്റവും കൂടുതൽ ആരോഗ്യവകുപ്പിനെയും സംസ്ഥാന സർക്കാരിനെയും ഏറ്റവും കൂടുതൽ നാണക്കേടിലും സമ്മർദ്ദത്തിലുമാക്കിയ ഒരു വിഷയമായിരുന്നു വയറിനുള്ളിൽ കത്രിക വെച്ച് തയ്ച്ച സംഭവം. അപ്പം അതിലെ ഇരയും ആശാവർക്കർമാരും രംഗത്ത് വരുമ്പോൾ ഇത്തവണ അത്ര എളുപ്പമായിരിക്കില്ല ആറന്മുളയുടെ സ്ഥിതിഗതികളെന്ന് ഏകദേശം വ്യക്തമായിരിക്കുകയാണ്. വീണ ജോർജിന് വെറും വീഴ്ചയല്ല, നല്ല മുഖമടച്ചുള്ള വീഴ്ചയാണ് വരാൻ പോകുന്നതെന്ന് തോന്നുന്നു. എന്താണ് ചേട്ടാ ആറന്മുളയിലെ വിശേഷങ്ങൾ? അല്ല, ഇതില് പ്രശാന്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വീണ ജോർജിന്റെ വിഷയത്തിൽ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ഫെയിലിയറാണ് ആരോഗ്യവകുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഡോക്ടർമാരുടെ പിഴവ് കാരണം ഒരുപാട് കേസുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഓപ്പറേഷൻ നടത്തുന്ന കത്രിക വയറ്റിനകത്ത് വെച്ച് തുന്നിക്കെട്ടി വിടുന്ന രോഗി എന്ന് പറഞ്ഞാൽ അത് എന്താണ്? അത് എങ്ങനെ ഏത് രീതിയിൽ നിർവചിക്കാൻ ഇവർ ശ്രമിച്ചാലും അത് ശരിയാവുമെന്ന് പ്രശാന്ത് ധരിക്കുന്നുണ്ടോ? കേരള സമൂഹം ധരിക്കുമോ? അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു ആരോഗ്യമന്ത്രി, കേരളം ഇന്ന് വരെ കാണാത്ത രീതിയിലെ കെടുകാര്യസ്ഥതയുടെ അങ്ങ് ബാക്കി പത്രമായിട്ടുള്ള ഒരു ആരോഗ്യമന്ത്രി, അവർ മത്സരിക്കുന്ന ആറന്മുളയിൽ ഈ ഒരു ഹർഷീനയുടെ കേസ് മാത്രമല്ല, ഈ സിസ്റ്റത്തിന്റെ ഫെയിലിയറായിട്ട് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയെ ഒന്ന് ഫ്രീഡമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഈ വകുപ്പിൽ അവർക്ക് എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനോ ആ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ശരിയാക്കാനോ ഈ CPM എന്ന് പറയുന്ന പാർട്ടി ശ്രമിച്ചിട്ടില്ല. ഒരു അംഗത്തെ, അവരുടെ പാർട്ടി അംഗത്തെ മന്ത്രിയാക്കുമ്പോൾ ആ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് കഴിവും വിവരവും ഒക്കെ ഉള്ളവരെ അവർ നിയോഗിക്കാറുണ്ട്. ഇവിടെ ഈ മന്ത്രിയുടെ കൂടെ നിയോഗിച്ചവർ AK സെന്ററിൽ നിന്ന് നിയോഗിച്ച വലിയ വലിയ ആൾക്കാർ ഇതിനെ മാക്സിമം കുളമാക്കാനാണ് നോക്കിയത്. ഇപ്പൊ ആറന്മുളയിൽ സംഭവിക്കുന്നത്, ആറന്മുളയിൽ അവർ വീണ്ടും മത്സരിക്കുമ്പോൾ വീണ ജോർജിന് ഒരു വോട്ട് ബാങ്ക് ഉണ്ട് അവിടെ എന്ന് കരുതിയിട്ട് രാഷ്ട്രീയം എന്തെന്ന് ഇതുവരെ അറിയാത്ത ഒരു മാധ്യമപ്രവർത്തക, അവർ ഡെസ്കിലിരുന്ന് പണിയെടുക്കുക, അവർ പുറത്തിറങ്ങിപ്പോലും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ അഭിമുഖങ്ങൾ എടുക്കാനായിട്ട് ചില വ്യക്തികളുടെ വീടുകളിൽ പോയി അവർ അവിടെ ഇരുന്ന് കണ്ട് സംസാരിച്ച് എടുത്തിട്ടുണ്ടാകും. പക്ഷെ മറിച്ച് ഈ പറയുന്ന പോലെ ഈ ലൊക്കേഷനിൽ പോയി ഒരു സംഭവം നടക്കുന്നിടത്ത് പോയി ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാനോ അല്ലെങ്കിൽ ജനം പറയുന്നത് എന്തെന്ന് മനസ്സിലാക്കിയോ അങ്ങനെ പോലും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഈ വീണ ജോർജ്. ഇങ്ങനെയുള്ള വീണ ജോർജ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മരുമകന്റെ ശുപാർശയോടുകൂടി മത്സരിക്കുന്നു, മരുമകന്റെ ശുപാർശയോടുകൂടി മന്ത്രിയാകുന്നു. മന്ത്രിയായി കഴിഞ്ഞിട്ട് ഈ പറയുന്ന രീതിയിലുള്ള സർവ്വ കെടുകാര്യസ്ഥതയും സർവ്വ വീഴ്ചയും ഉണ്ടാകുന്നു. ഒന്നുകൂടെ ഇതിൽ പറയാനുള്ളത്, ആറന്മുളയിൽ ഇന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യം, ഈ ഹർഷീന അവിടെ വരുന്നുണ്ട്. ഈ പറയുന്ന ആരോഗ്യ വകുപ്പിൽ തങ്ങൾക്ക് നേരെ ഈ പറയുന്ന ഇങ്ങനെ കത്രിക വെച്ച് തുന്നിക്കെട്ടിയ സംഭവം അവർ വിവരിക്കാനായി അവിടെ നാട്ടുകാരുടെ അടുത്ത് എത്തുന്നുണ്ട്. അവിടെ ഇന്ന് അഴൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആരോഗ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ആരോഗ്യമന്ത്രി നൽകിയ ഉറപ്പിനെ കുറിച്ച് പറയാനേ. 2, ആശാവർക്കർമാരുടെ സമരം 266 ദിവസം ആശമാരവിടെ സമരം കിടന്നിട്ടുണ്ട്. ഈ 266 ദിവസം ആശമാര് അവിടെ സമരം കിടന്ന് ഈ സമരത്തിനെ എങ്ങനെയാണ് ഈ സർക്കാർ കണ്ടത്? CPM സർക്കാരും മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കണ്ടത്? അപ്പൊ ആ ആശമാര് ഇന്നിപ്പോ മിനി എന്ന് പറയുന്ന ആശമാരുടെ നേതാവും ആശമാരും ഇന്ന് പത്തനംതിട്ടയിലെ ജനങ്ങളോട് പറയാനായി ഇറങ്ങുകയാണ്. ആശമാരോട് ഈ പറയുന്ന രീതിയിൽ വീണ ജോർജ് പെരുമാറിയതിനെ കുറിച്ച് പ്രശാന്തിന് അറിയാമല്ലോ. തീർച്ചയായും. എന്താണെങ്കിലും 2016 ആദ്യമായി വീണ ജോർജ് ഈ പറയുന്ന മത്സരരംഗത്തേക്ക് വരുന്നത്. അന്ന് ശിവദാസൻ നായർ എന്ന് പറയുന്ന അവിടുത്തെ സിറ്റിംഗ് MLA-ക്കെതിരെയാണ് വരുന്നത്. എന്തൊക്കെയോ ആരോപണങ്ങൾ മുഴുകി നിൽക്കുന്ന ഒരു സമയത്താണ് എത്തുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഏകദേശം 7000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് വീണ ജോർജ് അവിടെ ജയിക്കുന്നത്. അന്ന് ആരോപണം എതിർ സ്ഥാനാർത്ഥിക്കെതിരെ, വീണ ജോർജിന് എതിർ സ്ഥാനാർത്ഥിക്കെതിരെ. അപ്പോൾ അങ്ങനെ 7000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു, MLA ആകുന്നു. ആ സമയത്ത് ആരോഗ്യവകുപ്പ് ഭരിച്ചിരുന്ന ടീച്ചറാണ്, അതെ, ശൈല ടീച്ചറാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിപ്പ വന്നു, കൊറോണ വന്നു. അത്യാവശ്യം വളരെ നല്ല രീതിയിൽ തന്നെ കൈയടക്കത്തോടുകൂടി ടീച്ചർ ഇത് കൊണ്ടുപോയി. അതിനിടയ്ക്ക് നടന്ന കിറ്റ് വിഷയങ്ങളൊക്കെ അറിയാവുന്നതാണ്. അങ്ങനെ എന്താണെങ്കിലും വലിയ തോതിലുള്ള ഒരു ഇടതുപക്ഷ സപ്പോർട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടിയുള്ള ഒരു കാറ്റാഞ്ഞു വീശിയ തെരഞ്ഞെടുപ്പായിരുന്നു 2021 നടന്ന കേരള സംസ്ഥാനത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. അന്നും ശിവദാസൻ നായർ തന്നെ വീണ്ടും തിരികെ വരികയാണ്. ആ ശിവദാസൻ നായർക്കെതിരെ 19,003 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വീണ ജോർജ് ജയിച്ചു കയറുന്നത്. 7000-ൽ നിന്ന് വോട്ട് ബാങ്കിങ് അല്ലെങ്കിൽ 7000-ൽ നിന്ന് ഭൂരിപക്ഷത്തെ 19,003 ഉയർത്തിക്കൊണ്ട് വരുന്നു. എന്താണെങ്കിലും വീണ ആരോഗ്യവകുപ്പ് മന്ത്രിയായി മാറുന്നു. അതിനുശേഷം പിന്നീട് നടന്നത് മുഴുവൻ ചരിത്രമായിരുന്നു. അടിത്തട്ടിലെ ആണിയിളകി നിന്നിരുന്ന കപ്പലിന്റെ
അവസാനത്തെ ആണിയും ആരോഗ്യവകുപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് വലിച്ചൂരിയെടുത്തു. പെടലി നാടകം അടക്കം നമ്മൾ കണ്ടതാണ്. ഇതാണെങ്കിലും ആറന്മുളയുടെ ചിത്രം ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഒരു കാലത്ത് ഈ പറയുന്ന വലതുപക്ഷത്തിന്റെ കോട്ടയായിരുന്ന ആറന്മുളയിലേക്ക് ഇത്തവണ ഈ പറയുന്ന വലതുപക്ഷം ഇറക്കിയിരിക്കുന്ന അബിൻ വർക്കി എന്ന് പറയുന്ന KSUവിന്റെ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നിട്ടുള്ള, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്നിട്ടുള്ള, സമരം എന്തെന്ന് നേരിട്ട് കണ്ടിട്ടുള്ള, എങ്ങനെ ഒരു നേതൃത്വം ഉണ്ടാവണമെന്ന് പഠിച്ചിട്ടുള്ള അബിൻ വർക്കി വരുമ്പോൾ മറുവശത്ത് നിൽക്കുന്നത് NDA സഖ്യത്തിൽ BJPയുടെ ഏറ്റവും ശക്തനായ വാർ മെഷീനാണ് കുമ്മനം രാജശേഖരൻ. ദ അൾട്ടിമേറ്റ് വാർ മെഷീൻ എന്ന് തന്നെ പറയേണ്ടി വരും. സ്റ്റാർ മണ്ഡലമായി മാറുകയാണ്. കാരണം കുമ്മനം എന്നൊരു പ്രയോഗം തന്നെ, കുമ്മനടി എന്നൊരു പ്രയോഗം തന്നെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. കുമ്മനം രാജശേഖരന് ഉള്ള ഒരു ജനപിന്തുണ എന്താണെന്നുള്ളത് നമുക്കറിയാം. എന്താണെങ്കിലും ഇത്തവണ ഏറ്റവും കൂടുതൽ സ്റ്റാർ കാൻഡിഡേറ്റുകളെ നിർത്തിയിട്ടുള്ളത് നമ്മുടെ NDA തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെ നിർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ നിർത്തിയിരിക്കുന്നു. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ, അങ്ങനെ സ്റ്റാർ മണ്ഡലങ്ങളിലെല്ലാം തന്നെ സ്റ്റാറുകളെ നിർത്തി. വീണയ്ക്ക്, അബിൻ വർക്കിക്കും വീണയ്ക്കും എതിരായിട്ട് കുമ്മനം വരുമ്പോൾ എന്താണെങ്കിലും ഈ പറയുന്ന നല്ലൊരു വോട്ടിംഗ് ശതമാനത്തിൽ ഇടിവുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അല്ല, ഞാൻ ഈ പറഞ്ഞത് ഈ ഒരു വിഷയത്തിലേക്ക് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ ഉള്ളതും കൂടെ കളയുന്ന രീതിക്കാണ് ഈ പറയുന്ന ആശാ വർക്കർമാരുടെ കടന്നുവരവ്. അല്ല, ആശമാര് ശരിക്കും വരണം. ആശമാരോട് ഗവൺമെന്റ് CPM പ്രത്യേകിച്ച് മന്ത്രി വീണ ജോർജ് കാണിച്ചതിനെ കുറിച്ച് കേരള ജനത മറക്കാൻ പാടില്ല. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ആശമാർ കൃത്യമായി അവിടെ എത്തി അവരോട് മന്ത്രി, സർക്കാർ ഒക്കെ കാണിച്ച അപ്രോച്ച് സ്വാഭാവികമായും ഇപ്പോൾ 66 ദിവസമാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് ചേട്ടാ, വീണ ജോർജ് എന്ത് ചെയ്തു ആശാ വർക്കർമാരോട്? അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു വരുന്നത് 266 ദിവസം ഇവര് സമരം കിടന്നു. ഈ ആശമാര് സമരവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കായി അവസരം ചോദിച്ച് വിളിക്കുമ്പോൾ അവർ താമസിക്കുന്ന ഔദ്യോഗിക വസതിയിലേക്ക് കാണാനായി ചെല്ലുമ്പോൾ മന്ത്രിയുടെ ഭർത്താവ് ഇറങ്ങി വന്ന് അവരോട് പറയുകയാണ്, ഇവിടെ മന്ത്രിയില്ല, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അവരുടെ വീട്ടിൽ നിന്ന് അവർക്ക് കൊടുത്തിരിക്കുന്ന വസതി എന്ന് പറയുന്നത് നമ്മുടെ ടാക്സ്, നമ്മൾ കൊടുക്കുന്ന ടാക്സ് കൊണ്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഭവനമാണ്. ഇവിടെ അവർ ഏതെല്ലാം രീതിയിൽ പ്രതീകാത്മകമായി ഇത് സമരം ചെയ്തെന്ന് നിങ്ങൾക്കറിയോ? അവർ തലമുണ്ടനം ചെയ്തു. അവർ ഈ പൊരി വെയിലത്ത് കിടന്നു, പെരും മഴയത്ത് അവർ കിടന്നു. അവർ ഈ സമരം പ്രതീകാത്മകമായി ചെയ്ത അതിന് ഇളമരം കരീം എന്ന് പറയുന്ന അവരുടെ നേതാവ് എന്തെല്ലാം പറയുന്നത്, അവരുടെ CITU എന്ന് പറയുന്ന തൊഴിലാളി സംഘടനയുടെ നേതാവ് എന്ന് പറയുന്ന ഇളമരം കരീം അവരോട് സംസാരിച്ചതിനെ കുറിച്ച് നമ്മൾ ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇത് മറ്റൊന്നുമല്ല, ആശാ വർക്കർമാർ, ആശാ പ്രവർത്തകർ അവർ ഈ പറയുന്ന രീതിയിൽ അവരോട് അഹങ്കാരമാണ് ഈ മന്ത്രി കാണിച്ചത്. മുഖ്യമന്ത്രി ആ സമരം കിടന്ന് 266 ദിവസം ആ സമരപ്പന്തലിന് ഒരു വെളിപ്പാടകലെ പിറകിൽ നോർത്ത് ബ്ലോക്കിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിക്ക് 5 മിനിറ്റ് പോലും അവരോട് ഒന്ന് സംസാരിക്കാൻ നേരമില്ല. അവിടെയാണ് കേരളം കണ്ട മനുഷ്യത്വം കെട്ട ഏറ്റവും വലിയ ഒരു മുഖ്യമന്ത്രി. മനുഷ്യത്വം എന്ന് പറയുന്ന 7 അയലത്ത് പോയിട്ടില്ല. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഒരു മിനിയേച്ചർ ആകാനാണ് വീണ ജോർജ് ശ്രമിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ആറന്മുളയിലെ ജനങ്ങളല്ല, കേരളത്തിലെ ജനങ്ങൾ ഇത് ഓർക്കണം. ഈ ആരോഗ്യമന്ത്രി പാവപ്പെട്ട ഈ സ്ത്രീകളോട് കാണിച്ചത്. എന്നിട്ട് അവർക്ക് എന്താ ഈ പറയുന്ന പ്രകടനപത്രികയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ സമരം കിടന്നിട്ട് ഒരു 10 മിനിറ്റ് കൊടുക്കുക ഈ മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടായിരുന്നില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് അത്രയ്ക്ക് വലിയ പണിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതൊന്നും ജനം മറക്കരുത്, ജനം മറക്കാൻ പാടില്ല. അവരുണ്ടായിരുന്നുണ്ട് നിപ്പയും കോവിഡ് എന്നൊക്കെ കേരളം നമ്മൾ ഈ കണ്ട ജനത രക്ഷപ്പെട്ടു. അപ്പോ ഈ അവസരത്തിൽ മന്ത്രിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനല്ല അവർ വരുന്നത്. അവരോട് ഒരു മന്ത്രി കാണിച്ചത് എങ്ങനെയാണ്, എന്ത് കരുണയാണ് അവരോട് കാണിച്ചതെന്നാണ് അവരിന്ന് പറയാൻ പോകുന്നത്. അതുപോലെ വയറ്റിൽ കത്രിക വെച്ച് ശസ്ത്രക്രിയ ചെയ്ത് എല്ലാം പൂട്ടിക്കെട്ടി പറഞ്ഞു വെച്ചിട്ട് ആ സ്ത്രീയെ ഇപ്പൊ ഈ അടുത്ത കാലത്തും ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയും വളരെ ഹരാസ്മെന്റ് നടത്തിയില്ലേ? ഇത് മാത്രമല്ല, ഒരു സിസ്റ്റം മൊത്തത്തിൽ കെടുകാര്യസ്ഥതയുടെ അങ്ങേയറ്റം പോയിട്ട് ഈ വോട്ട് ചോദിച്ച് ഈ പറയുന്ന ആറന്മുളയിലെ ജനങ്ങളുടെ ഇടയ്ക്ക് ചെല്ലുമ്പോൾ വീണ ജോർജ് മറന്നാലും കേരളം മറക്കാൻ പാടില്ല ഈ ആശമാരോട് കാണിച്ചതും ഈ പാവപ്പെട്ട രോഗികളോട് കാണിച്ചതും.